ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണിത്? നമ്മൾ വഴിക്കട വട്ടമുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നേരെ മസനഗുഡി വഴി ഊട്ടിക്കല്ല, നമ്മൾ അല്ലാതെ ഊട്ടിക്ക് പോവാ കേട്ടോ. അതെ, മസനഗുഡി വഴി എല്ലാവരും പോവാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് ഊട്ടി മസനഗുഡി വഴി അല്ലാണ്ട് ഊട്ടിക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഊട്ടി നമ്മൾ ഒരുപാട് വർഷം പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ വ്ളോഗും ചെയ്തിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ, ഇവിടുന്നേ ബ്ലോക്കാട്ടോ. നോക്ക്, ഞങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ട് ബസ്സുകൾ, ഈ ഹോട്ടലിൽ ഫുള്ള് ആൾക്കാരായിരുന്നു കേട്ടോ. അവിടേക്ക് എന്താ അവസ്ഥ നമുക്ക് കണ്ടറിയാം. ഇപ്പം എന്തായാലും പോവാം. നമ്മുടെ ഫ്രണ്ട് ബാബ്സ് കൂടെ ഉണ്ട്. ഇപ്പോൾ 2 വണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഇതേ നമ്മുടെ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് നമ്മുടെ നാടുകാണി ചുരം വഴി കേട്ടോ. അപ്പോൾ ഇതേ ചുരത്തിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായതുകൊണ്ട് ഞാൻ അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ച് നേരം വെളുത്തു. നല്ല വൈബ്, നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇനി ഊട്ടിയിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തണുപ്പാന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഊട്ടിയിൽ ഇതുവരെ പോയ സ്പോട്ടുകളിലൊന്നും അധികം പോകാൻ നിൽക്കുന്നില്ല. ഇനി പോവുകയാണെങ്കിൽ വേറൊരു പൈക്കര വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും എന്താവുമെന്നും അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഈ ചുരത്തിലിടയ്ക്ക് ആന ഉണ്ടാവും കേട്ടോ. എലിഫൻറ്റ് ക്രോസിങ് സോണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ആനയൊക്കെ ഇറങ്ങുന്നൊരു ചുരമാണ് ഈ കാണുന്ന നാടുകാണി ചുരം. നമ്മൾ നോർമലി പോകുന്ന ബത്തേരി വഴിക്കാണ്. ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ നിലമ്പൂർ വഴിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ കയറുന്നത്. ഊടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്ന ഊട്ടി. ഇതൊക്കെ എലിഫൻറ്റ് ക്രോസിങ് സോൺ കേട്ടോ. ആനയുടെ പടമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടുത്തെ ആന ഭയങ്കര ടെററാണ്, ഭയങ്കര ആക്രമിക്കും. ഈ മസനഗുഡി വഴി പോകുന്നതിന് ഇടയ്ക്ക് ആൾക്കാരെയൊക്കെ ഓടിക്കുന്നില്ലേ, ആ ആനയാണ് ഇവിടെയൊക്കെ ഉള്ളത്. തമിഴ്നാട്ടിലെ ആനകളൊക്കെ വൻ സീനാണ്. ഇവരൊക്കെ ഈ പോകുന്ന ജീപ്പുകളിലുള്ളവരും കുറേ വണ്ടികൾ എല്ലാവരും ഊട്ടിക്കായിരിക്കും ഇപ്പോൾ പോകുന്നത്. നാടുകാണി ചുരം കയറി കയറി മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. നല്ല കുറേ ടൂറിസ്റ്റ് വലിയ വലിയ ബസ്സുകളാട്ടോ കൂടുതൽ, കാറുകളെക്കാളും കൂടുതൽ. ഇനി ചുരം ആയതുകൊണ്ടാണോ എന്നറിയണില്ല, എല്ലാവരും കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഊട്ടി പോയപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ കോല് ഇതായിരുന്നില്ല. ഓ, നല്ല സൺറൈസിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ അടിച്ചിങ്ങനെ കയറുന്നുണ്ട് കേട്ടോ, വൈബ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ വണ്ടി പഴയ സ്റ്റോക്ക് ലുക്കിലായിരുന്നു. ഇതിനകത്താണ്, ആ ഒരു വീഡിയോയിലാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നത്. ആ ഒരു വീഡിയോ വൈറലായ. അതിനകത്ത് തലയെ കട്ട് ചെയ്ത്, നമ്മുടെ തലയെ കട്ട് ചെയ്തിട്ട് 2 ചെക്കന്മാർ എഡിറ്റ് ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ അയച്ചു തന്നിട്ടാ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചത് നല്ല പരിചയം ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ. നോക്കിങ്ങനെ ആ റീൽസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയെ കട്ട് ചെയ്തിട്ട് അങ്ങനെ റീൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കോമഡി. ഞങ്ങൾ പിന്നെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ കണ്ടില്ല, ഒരു 1 ഡേ ട്രിപ്പ് ആവണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡെസ്റ്റിനേഷൻ നോക്കിയത്. കുറച്ച് തണുപ്പും വേണം, കുറച്ച് വൈബ് വേണം. തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഊട്ടി വരണം, ഇല്ലെങ്കിൽ വയനാട് കയറണം. വയനാട് നമ്മൾ സ്ഥിരം പോകുന്നതുകൊണ്ട് എന്നാൽ പിന്നെ എന്നാൽ ഊട്ടി കയറിയേക്കാം. ഇത് നൈറ്റ് ഇന്നലെ ഒരു 11 മണി വരെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തമിഴ്നാട്ടുകാരെ മെയിനാട്ടോ ടോളല്ല, ഇതേപോലത്തെ ചെറിയ ചെറിയ പിരിവ്. പക്ഷെ അവരുടെ റോഡുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളായിരിക്കും. കേരളത്തിൻ്റെ റോഡാണ് നല്ല ശോകം. അപ്പോൾ ഗായ്സ്, ഇങ്ങോട്ടൊരു നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്കൊരു നല്ലൊരു വൈബുള്ള റോഡാട്ടോ. ഇങ്ങനെ ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കടെ കുഞ്ഞ് റോഡാണ്, പക്ഷേ വൈബുള്ള റോഡാണ്. ഇവിടെ ചില സമയത്ത് നല്ല കോടമഞ്ഞുള്ള സമയം ഉണ്ടാവും, അപ്പോൾ ഭയങ്കര വൈബായിരിക്കും. അടിപൊളി സ്ഥലം. ഓ, നല്ല കാറ്റ്.
ഗായ്സ് അങ്ങനെ നമ്മളവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഊട്ടിക്ക് തന്നെ കേട്ടോ. ഊട്ടിയിൽ ശരിക്കും ഇത് എത്തിയിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ നല്ല തണുപ്പായിരുന്നു, കാറ്റും തണുപ്പും. ഈ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഊട്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പ് ഇനിയും ഉണ്ടാവും കേട്ടോ, ഉച്ചയാണെങ്കിലും. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത മരങ്ങൾ കേട്ടോ. ഓ ഭയങ്കര വ്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ ഓണാക്കിയത്. ഇതൊന്നും അല്ല കേട്ടോ, അവിടെ ഭയങ്കര വ്യൂ ആണ്. രണ്ട് സൈഡ് ഇങ്ങനെ നല്ല ഹൈറ്റിൽ മരങ്ങൾ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല്. അങ്ങനെ സൺലൈറ്റ് അടിച്ചു തുടങ്ങി. കുറേ റൈഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ബൈക്കിൽ റൈഡായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അന്നൊക്കെ ചെറിയ പൈസക്കാണ് ഫ്യൂവൽ അടിക്കുക. അപ്പോൾ ഫ്യൂവൽ അടിച്ചാണ്ട് പകുതി വഴിക്ക് എത്തി. 100-200 രൂപയ്ക്ക് കണ്ട് ഫ്യൂവൽ അടിച്ച് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് വണ്ടീൻ്റെ ഫ്യൂവൽ തീർന്നുപോയി. അങ്ങനെ അന്ന് നമ്മുടെ ഫ്യൂവലിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 63 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്യൂവൽ അടിക്കാണ്ട് ഇവിടെ നിന്ന് ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ആ വണ്ടി എടുത്ത് പോയി അപ്പുറമുള്ള ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പോകണുണ്ടോ, ഒരു 3-4 കിലോമീറ്റർ പോയിട്ട് അവിടെ ഒരു ടൗൺ ഉണ്ട്. അവിടെ ബ്ലാക്കിന് കിട്ടും. ഇത് ഈ വഴിക്ക് എന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഡല്ലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പമ്പ് ഊട്ടി എത്തണം. അതിൻ്റെ ഇടയിൽ പമ്പ് ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇതിൽ വന്നപ്പോൾ ഓർമ്മ വന്ന്. ഇപ്പോൾ ഈ വണ്ടിയും ഫ്യൂവൽ ഇപ്പോൾ തരുമല്ലോ, ലോ ഫ്യൂവൽ കാണിച്ചു തുടങ്ങി. പക്ഷേ ഇതിനകത്ത് റേഞ്ച് 130 ഉണ്ട് കേട്ടോ. അന്ന് അങ്ങനെ ഒന്നുമല്ല. അന്ന് നമ്മൾ അവിടെ നിന്ന് ഉള്ളിപ്പറിക്കൊക്കെ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരുന്ന സമയം. നമ്മളിപ്പോൾ പോകുന്ന ലൗഡേൽ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു പഴയ കാലം കാണിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഈ റൂട്ടാട്ടോ കിണ്ണക്കോര പോയത്. ആദ്യം നമ്മൾ പൈക്കര വാട്ടർഫാൾസിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്പോട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് പൊതുവേ താല്പര്യമില്ല. അതുകൊണ്ട് അവിടെ കയറിയില്ല. തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കയറി നോക്കിയേക്കാം. പക്ഷേ വന്നപ്പോൾ നല്ല ക്രൗഡായിരുന്നു അവിടെ. ഇതൊരു പ്രത്യേക വൈബാട്ടോ ഈ റോട്ടിൽ കൂടെ പോകാൻ. ഇറങ്ങ അല്ല ഇവിടെ ഗായ്സ് എങ്ങനെതാ നമ്മൾ നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറി. എങ്ങനെയുണ്ട്? രസമുണ്ടല്ലേ? ചായ സെറ്റ് അടിപൊളി. ഇനി കഴിച്ചിട്ട് കാണാം. ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇന്ന് മൊത്തം ഊട്ടി മൊത്തം നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവർക്കും ലീവ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇറങ്ങി ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെ ഏതോ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ചെറിയ റോഡ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി കേട്ടോ. ഭയങ്കര രസം. ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കി. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ചുമ്മാ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാര്യം നമ്മുടെ ഊട്ടിയിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും പോകുന്ന സ്പോട്ടുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വെറൈറ്റിക്ക് ഏതെങ്കിലുമൊക്കെ റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ റോഡിൽ നിന്ന് നെല്ലിങ്ങ് പോയി നോക്കി ഭയങ്കര രസമുണ്ടായിരുന്നു ഈ റോഡ് കയറി വരാൻ വേണ്ടിയിട്ട്. കുറേ വണ്ടികളുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, കോടയും കൂടി ഉണ്ട് ഇവിടെ. ഭയങ്കര സെറ്റായിരിക്കും. പക്ഷേ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. പറയണ പോലെ അല്ല. ഇപ്പോൾ നല്ല ഉച്ചയായെങ്കിലും നല്ല തണുപ്പാണ്. ഞാൻ ജാക്കറ്റൊന്നും ഊരാണ്ട് നിൽക്കുക അവിടെ. ഓ ആകാശമൊക്കെ നോക്കിയേ, ഭയങ്കര വ്യൂ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ദാ ക്യാരറ്റിൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചിമാർ. വേണ്ടില്ലേ, അവിടെ ക്യാരറ്റ് നട്ടുകൊണ്ടിരിക്കുക കേട്ടോ. മൊത്തം അതിൻ്റെ സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഈ ക്യാരറ്റൊക്കെ കാണുന്നത്. ഓ കിട്ടുന്ന സ്പോട്ട്. നമ്മൾ ഈ മറയൂരൊക്കെ പോയില്ലേ, അതുപോലെയുള്ള റോഡ്, അതുപോലത്തെ കുറേ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആട്ടോ ഈ റോഡിലുള്ള പ്രത്യേക വൈബ്. നമ്മുടെ ഗ്യാപ്പ് റോഡൊക്കെ പോയിട്ട് ഇങ്ങനത്തെ റോഡെത്തും, അതുപോലെ ഉണ്ട്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നമുക്ക് തേയിലത്തോട്ടമൊക്കെ എന്ത് രസമാണ്. ഇങ്ങോട്ട് നല്ല ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക, ഭയങ്കര കത്തുന്ന കളറ്. റോഡ് നോക്ക്, ചെറിയ റോഡും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് എന്ന് വെച്ചാൽ ലെവലൈസ് ചെയ്യാത്ത റോഡുകളായിരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത്. ഗായ്സ് വന്ന് നമ്മളൊരു മലേനെ ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ ഡാമുണ്ട്. അത് മാത്രമല്ല ഈ റോഡ് ഒരു സ്പെഷ്യൽ റോഡാട്ടോ. നമുക്ക് പ്രത്യേകതരം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന കേട്ടോ. പോയി നോക്കാം എവിടം വരെ പോവാൻ. ഒരു ആനയൊക്കെ ഉണ്ടാവുമോ? ഓ ഹായ്, ഇവിടെ നിർത്ത്. കോടുള്ള സമയത്ത് അടിപൊളിയാ. മഴക്കാലത്ത് വരുമ്പോ കുറച്ചുകൂടി പച്ചപ്പാ. കോടയും ഈ കാടും ഒക്കെ ഭയങ്കര രസമായിരിക്കില്ലേ? എന്നാ അവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു, ഇപ്പൊ വെച്ചത്. ഗായ്സ് അങ്ങനത്തെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പോയപ്പോൾ നമ്മളിവിടെ നിർത്തിയില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ നിർത്തിയായിരുന്നു. കിഡിലെ ലൊക്കേഷൻ വെച്ചാൽ അടിപൊളി. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവാ. ചായയും ചോളം അങ്ങനത്തെ എന്തൊക്കെയുണ്ട്, എന്തെങ്കിലുമൊക്കെ നോക്കാം അല്ലേ? മാങ്ങയാ? മാങ്ങ നോക്കേണ്ടി വരും. ഞങ്ങൾ ചോളം മേടിച്ചു, മാഗി കഴിച്ചോണ്ടിരിക്കട്ടോ. നല്ല അരി. ഇതാണ് ചുണ്ടി തട്ടുക. ചുണ്ടി തട്ടി കഴിഞ്ഞാൽ നല്ല അരിയുണ്ട്. ഗായ്സ് ഈ വണ്ടി ഇവിടെ രക്തസാക്ഷികളാന്ന് തോന്നുന്നു കേട്ടോ. 2 വണ്ടി ആക്സിഡന്റ് ആയതിന്റെ. വർക്ക്ഷോപ്പാ? ഓ വർക്ക്ഷോപ്പാണ്. രക്തസാക്ഷികളാന്നൊക്കെ ഒന്നും അറിയാണ്ടൊക്കെ പറയാ. ഇവിടെ പറഞ്ഞ രക്തസാക്ഷിയാണ്. വണ്ടി പണിയാൻ കൊണ്ട് വെച്ചേട്ടോ. പാവം ചെറുക്കനെ രക്തസാക്ഷിയാക്കി. ചേട്ടൻ 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 ആ ചേട്ടൻ വിചാരിച്ച് പണിയും കൊണ്ട് വന്നത്. ആ ചേട്ടനാണ് അതിന്റെ ആള്. ഗായ്സ് അങ്ങനത്തെ നമ്മൾ ആ ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലേക്ക് വണ്ടി ഇറക്കി കേട്ടോ. താഴത്തേക്ക് ഇറക്കി. ഇപ്പോൾ ഇത് നമ്മൾ അവിടെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വണ്ടി ഇറക്കി. ഇവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ചേട്ടൻ വന്നത് നമ്മളോട് പറഞ്ഞ് വണ്ടി മാറ്റണം എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി മാറ്റാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പം ഇനി പോവാം.